ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും റിന്യൂസ് നവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് പാത്രം നിറയെ മുളക് കാണാണ്ട്, കുറച്ച് വെള്ളരിയൊക്കെ കാണാണ്ടല്ലേ. ഇതെന്താ ഇത്ര ചെറിയ വെള്ളരി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ. അപ്പം ഞങ്ങൾ ടെറസിന് മുകളിലൊരു മുളക് കൃഷി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗ്രോ ബാഗ് വാങ്ങിയിട്ട് ടെറസിന് മുകളിൽ മണ്ണൊക്കെ നിറച്ച് അങ്ങനെയാണ് കേട്ടോ ഈ മുളക് തൈകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ കയറ് കെട്ടിയിട്ട് പാത്രത്തിൽ മണ്ണ് തരും താഴേന്ന്, അത് മുകളിലേക്ക് കയറൊഴിച്ച് വലിച്ച് അങ്ങനെയാണ് ഈ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ചത് കേട്ടോ. പിന്നെ ഈ തൈകൾക്ക് നനയ്ക്കാനായിട്ട് ഇവിടെ തന്നെ വെള്ളമുണ്ട് മുകളിൽ. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒഴിക്കും. കണ്ടോ, നല്ല മുളകുണ്ട്. എല്ലാം ഒരുവിധം തരത്തിലുള്ള മുളകുകളെല്ലാം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുളക് കൃഷിക്ക് ഒരുപാട് മുളകുണ്ടാവാൻ പറ്റിയൊരു ട്രിക്ക് ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ശർക്കര ഇല്ലേ, ശർക്കര ഉരുക്കിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് സ്വർക്കം ഒഴിച്ചു കൊടുക്കുക കുറച്ചിട്ടോ. എന്നിട്ട് ഈ ശർക്കരയും സ്വർക്കയുടെയും വെള്ളം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മുളക് തൈയുടെ മുകളിലും ഇലകളിലും അടിയിലും എല്ലാം ഒന്ന് തളിച്ചു കൊടുക്കുക. അത് തളിച്ചു കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരുപാട് കായയും പൂവും ഉണ്ടാവും. അപ്പോൾ ചെറിയ തൈ ആവുമ്പോൾ തന്നെ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ പൂവും കായയും ഉണ്ടായിട്ട്. അപ്പോൾ ഇതെന്താ ഈ വെള്ളരിയൊക്കെ എത്ര ചെറുതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു വളം കൂടി മുളക് തൈക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പച്ചക്കറി വേസ്റ്റുകളുണ്ടല്ലോ, അതൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് ചീഞ്ഞ് ലെവലാവുമ്പോൾ അതിൻ്റെ താഴത്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഈ മുളക് തൈയുടെ ഉള്ളിലിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടായതാണ് ഒരു വെള്ളരിയുടെ തൈ. 2-3 തൈകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഉണ്ടായ വെള്ളരിയാണ് കേട്ടോ ആ ചെറുത്. അപ്പം നമ്മുടെ വീട്ടിലൊരു മുളകിൻ്റെ ഒരു അടുക്കളത്തോട്ടമൊക്കെ ആഗ്രഹിക്കാത്തവർ. പിന്നെ മുളക് സ്വർക്കയിലൊക്കെ ഇട്ട് കഴിച്ച് നോക്കി എന്തൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് പ്രയോഗിച്ച് നോക്കൂ കേട്ടോ.